സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട്, CBI ഇൻസ്പെക്ടറായിട്ട് നല്ല നല്ല കവറ്റഡ് പോസ്റ്റുകൾ കയറിപ്പറ്റാൻ സ്കോപ്പുണ്ട്. അട്രാക്റ്റീവ് പോസ്റ്റുകളാണ്. ശമ്പളമായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും എല്ലാം കൃത്യസമയത്തിന് തന്നെ കിട്ടും. അതിന് സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യ ചെന്നാൽ പോലും മലയാളികളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് മലയാളികൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പം നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾ സെൻട്രൽ ഗവൺമെൻറ് ടെസ്റ്റുകൾ അധികം എഴുതാത്തതാണോ അതോ കൂടുതൽ സ്കോപ്പുള്ള പ്രൈവറ്റ് ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നതാണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എൻ്റെ പേര് രാജു എന്നാണ്. ഞാൻ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ആയത്. 82 സ്റ്റെനോഗ്രാഫറായിട്ട് കയറി 87 ആയപ്പോൾ പ്രൊമോഷൻ കിട്ടി. ഇൻസ്പെക്ടറായി, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടി. 2010 വരെ ഇൻസ്പെക്ടറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. 2010 സൂപ്രണ്ടായിട്ട് പ്രൊമോഷൻ കിട്ടി. നല്ല ആകർഷകമായിട്ടുള്ളൊരു സർവീസാണ്. അതിനകത്ത് വലിയ പൊളിറ്റിക്കൽ പ്രഷറോ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മിലിറ്റൻസി കുറവാണ്. നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കർത്തവ്യം പരമാവധി ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻ സാധ്യതകളും എല്ലാം ഉണ്ട്. വളരെ നല്ല ബെനിഫിറ്റുമൊക്കെ കിട്ടുന്നതാണ്. സമയത്തിന് ശമ്പളമായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും എല്ലാം കൃത്യസമയത്തിന് തന്നെ കിട്ടും. അതിന് സെൻട്രൽ ഗവൺമെൻറ് ജോലിയോട് മലയാളികൾക്കൊരു വിമുഖത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈയിടെയായിട്ട് അധികവും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളാണ് പരീക്ഷ പാസ്സായി കേരളത്തിലും വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ കുട്ടികൾ സെൻട്രൽ UPSC ടെസ്റ്റ് എഴുതാൻ മടിക്കുന്നതാണോ അതോ ടെസ്റ്റ് എഴുതിയിട്ട് കടന്നുകൂടാത്തതാണോ എന്നറിയാൻ വയ്യ. വലിയ കടമ്പയൊന്നുമല്ല. സെൻട്രൽ ഗവൺമെൻറ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ യൂണിഫോം എന്ന് പറഞ്ഞാൽ കാക്കി യൂണിഫോം വിത്ത് 3 സ്റ്റാറാണ്. എയർ കസ്റ്റംസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വൈറ്റ് യൂണിഫോം ആയിരിക്കും. എയർ കസ്റ്റംസ് ഓഫീസർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ലഗേജ് അകത്തുള്ള സാധനങ്ങൾ അവരോട് തന്നെ എന്തൊക്കെ ഐറ്റംസ് ചോദിച്ചിട്ട് അപ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളുടെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് മുകളിൽ എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡ്യൂട്ടി അടയ്ക്കേണ്ട സാധനങ്ങളുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിനുള്ള ഡ്യൂട്ടി അടപ്പിക്കുക, കസ്റ്റംസ് ഡ്യൂട്ടി അടപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. പിന്നെ ഗോൾഡ് കൊണ്ടുവരാൻ പറ്റുന്ന ലിമിറ്റിന് മുകളിലുണ്ടെങ്കിൽ അതിനുള്ള ഡ്യൂട്ടി അടപ്പിക്കുക. കള്ളക്കടത്തായിട്ട് ഗോൾഡ് വല്ലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്റേ മെഷീനിൽ കൂടെയോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വർക്ക് വഴിയോ ഒക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സ്വർണത്തിനുള്ള ഒന്നീ ഡ്യൂട്ടി അടപ്പിക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കാൻ പൈസ ഇല്ലാത്തതാണെങ്കിൽ അത് കണ്ടു കെട്ടുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമുണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട്, CBI ഇൻസ്പെക്ടറായിട്ട്, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയൊക്കെ നല്ല നല്ല കവറ്റഡ് പോസ്റ്റുകൾ കയറിപ്പറ്റാൻ ഉള്ള സ്കോപ്പുണ്ട്. CBI ഇൻസ്പെക്ടറോ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറൊക്കെ ആകുന്ന നല്ല അട്രാക്റ്റീവ് പോസ്റ്റുകളാണ്. പ്രൊമോഷൻ സാധ്യതകളും നല്ലതുപോലെ ഉണ്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ 5 വർഷം 10 വർഷം കൂടുമ്പോൾ മിക്കവാറും പ്രൊമോഷൻ കിട്ടും. 2-3 പ്രൊമോഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സർവീസിനകത്ത് 10 വർഷം കൂടുമ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്തിരിക്കണമെന്നാണ് ഇപ്പം നിയമമുള്ളത്. വളരെ നേരത്തെ മുതൽ തന്നെ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 വർഷമൊക്കെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ദിവസവും 2 മണിക്കൂർ വീതമായാലും നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തി നമുക്ക് മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല സർവീസ് കടന്നുകൂടാൻ പറ്റും. നമുക്ക് സർവീസിനിടയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സത്യസന്ധമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ആയാലും ബുദ്ധിമുട്ടൊന്നും കൂടാണ്ട് നമ്മുടെ സർവീസ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മളതിനുള്ള ശ്രമം നടത്തുക. എവിടെയെങ്കിലും ഒന്ന് നേരത്തെ വളരെ യങ് ഏജിൽ തന്നെ കയറി കൂടിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി
എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം എന്ന ഉള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.